ഒരു കാലത്ത് ഗ്ലോറി ആയിട്ട് യൂറോപ്പ് മൊത്തം വാഴ്ന്നിരുന്ന ഒരു ക്ലബ്ബ്. റൊണാൾഡോയും റൂണിയും ബെക്കാമും ഒക്കെ അഴിഞ്ഞാടിയ ഒരു ക്ലബ്ബ്. ഒരു കാലത്ത് റെഡ് ഡെവിൾസ് എന്ന് തറച്ച് ആളുകൾ പറഞ്ഞിരുന്ന ഒരു ക്ലബ്ബ്. എന്നാൽ ഇന്ന് ആ ക്ലബ്ബ് പ്രീമിയർ ലീഗ് ടേബിളിൽ റെലഗേഷന്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നു. സോ വാട്ട് റിയലി ഹാപ്പൻഡ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്? 2003 മാൽക്കം ഗ്ലേസർ എന്ന് പറയുന്ന അമേരിക്കൻ ബിസിനസ്മാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടേക്ക് ഓവർ ചെയ്യാണ്. 2005 ആയപ്പോഴേക്കും ഗ്ലേസർ ഫാമിലിയുടെ കയ്യിലായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രോളും. ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു സമുദായം ഇതായിരുന്നു ഗ്ലേസർ ഫാമിലി. അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കൂടുതൽ മാർക്കറ്റ് ചെയ്ത്, അതും ക്ലബ്ബ് ബ്രോക്കായി നിൽക്കുമ്പോഴും എങ്ങനെ കൂടുതൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂടുതൽ പണം നേടാം, ഇത് മാത്രമായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും 2013 വരെ ക്ലബ്ബ് പിടിച്ചിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വാസ് സ്റ്റിൽ ഷൈനിങ് ഇൻ റെഡ്. 13 പ്രീമിയർ ലീഗ് ടൈറ്റിൽസ്, 3 ചാമ്പ്യൻസ് ലീഗ്സ്. ഇതിനൊക്കെ കാരണം ഒറ്റ പേര്, അലക്സ് ഫെർഗൂസൺ. ഹി വാസ് എ സോർട്ട് ഓഫ് ഡബിൾ റോൾ ഫോർ ദ ക്ലബ് മാനേജർ പ്ലസ് ബോർഡ് ഡയറക്ടർ. എന്നാൽ 2013 പ്രീമിയർ ലീഗും സമ്മാനിച്ച് പടിയിറങ്ങിയ അലക്സ് ഫെർഗൂസന്റെ പിന്നാലെ വന്നത് ഡേവിഡ് മോയ്സ് എന്ന മറ്റൊരു മാനേജറാണ്. ഫസ്റ്റ് സീസൺ തന്നെ ഹി സ്ട്രഗിൾഡ് സോ ബാഡ്ലി. ടീം വളരെ മോശമായിട്ട് തുടങ്ങി. 7ാം സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് ടേബിളിൽ തള്ളിപ്പോയി. ശേഷം 2014 ലൂയിസ് വാൻഗാൽ മാനേജറായിട്ട് വന്നു. ഒത്തിരി ട്രാൻസ്ഫേഴ്സ് സംഭവിച്ചു. ഏഞ്ചൽ ഡി മരിയ, ആന്റണി മാർഷൽ എക്സെട്ര. അക്കാഡമിയിൽ നിന്ന് മാർക്കസ് റാഷ്ഫോർഡും ജെസി ലിംഗാർഡും പോലത്തെ പ്ലെയേഴ്സിനൊക്കെ ടീമിലോട്ട് എടുക്കാനായിട്ട് തുടങ്ങി. എന്നിരുന്നാലും ലൂയിസ് വാൻഗാലിന്റെ സിസ്റ്റം കുറച്ച് സ്ലോ ആയിരുന്നു. ഹി വാസ് സാക്ഡ് ആഫ്റ്റർ വിന്നിംഗ് ദി FA കപ്പ്. 2016 ജോസെ മൊറിഞ്ഞോ ദ സ്പെഷ്യൽ വൺ ടീമിലോട്ട് മാനേജറായിട്ട് വന്ന സീസൺ തന്നെ യൂറോപ്പ ലീഗ്, കമ്മ്യൂണിറ്റി ഷീൽഡ് ആൻഡ് ലീഗ് കപ്പ് ഇത് മൂന്നും തൂക്കി. ഇബ്രാഹിമോവിച്ച്, ലുക്കാക്കു, പോൾ പോഗ്ബ തുടങ്ങിയ താരങ്ങളെ ടീമിലോട്ട് എത്തിച്ചു. 2017-18 സീസണിൽ പ്രീമിയർ ലീഗ് ടേബിളിൽ 81 പോയിന്റ്സോടെ 2ാം സ്ഥാനത്തേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അദ്ദേഹം എത്തിച്ചു. എന്നാൽ മൗറീനിയോയുടെ പ്ലേയിങ് സ്റ്റൈലിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അദ്ദേഹം ക്ലബിന്റെ ട്രാൻസ്ഫർ പോളിസിയെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെയും സാക്ക് ചെയ്തു. 2018 ക്ലബ് ലെജൻഡ് ഓലെ മാനേജറായിട്ട് വന്നു. ആൻഡ് ദ ടീം വാസ് പെർഫോമിംഗ് വെരി വെൽ അറ്റ് ദി ബിഗിനിംഗ് ഓഫ് ദി സീസൺ. ഐ മീൻ ബോത്ത് ഇൻ ദ ലീഗ് ആൻഡ് ദ യൂറോപ്പ കോമ്പറ്റീഷൻ ടു. യൂറോപ്പ കപ്പിൽ സെമി ഫൈനൽ വരെ എത്തുകയുണ്ടായി. ബട്ട് ദ പ്രോബ്ലം വാസ് ഒലെ ലാക്ഡ് കൺസിസ്റ്റൻസി. ഇൻഡിവിജ്വൽ പ്ലെയർ പെർഫോമൻസ് മാത്രമേ അദ്ദേഹത്തിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞുള്ളൂ. ദെൻ ഒലെ ഫെയിൽഡ് ആൻഡ് വാസ് സാക്ഡ് ഇൻ 2021. 2021 ക്രിസ്ത്യാനോ റൊണാൾഡോയും വരാനെയൊക്കെ കൊണ്ടുവന്നു. ആൻഡ് ദ ടീം വാസ് പെർഫോമിംഗ് വെരി വെൽ അറ്റ് ദ ബിഗിനിംഗ് ഓഫ് ദ സീസൺ, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് വെരി വെൽ. ശേഷം റാൾഫ് റാനിക്ക് മാനേജറായിട്ട് വന്ന പാടെ അദ്ദേഹം ക്ലബിനെ മൊത്തത്തിൽ ക്രിട്ടിസൈസ് ചെയ്തു. ഈ ക്ലബ്ബ് നന്നാവാനായിട്ട് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നിർബന്ധമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ ഓപ്പൺ ഹാർട്ട് സർജറി പറയണമെന്ന് നോക്കാം. ക്ലബ്ബ് മൊത്തത്തിൽ മണി ഫോക്കസ്ഡ് മാത്രമായിരുന്നു. 2021 വരെ ക്ലബിന് പ്രോപ്പർ ആയിട്ട് ഒരു ഡയറക്ടർ പോലും ഉണ്ടായിരുന്നില്ല. അതും യൂറോപ്പിൽ ഇത്രയും ജയന്റ് ആയിട്ടുള്ള ഒരു ക്ലബ്ബായിട്ട് പോലും. ബില്യൺസ് ഓഫ് മണി ട്രാൻസ്ഫർ മാർക്കറ്റിൽ കൊണ്ടുപോയി വെറുതെ കളഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടായോ? അതുമില്ല. ഇത്രയും വർഷമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൽ പോലും കാര്യമായ ഒരു ഡെവലപ്മെന്റ്സ് തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റൊണാൾഡോയുടെ പിയേഴ്സ് മോർഗൻ ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. Change. Surprisingly, not only the pool, the jacuzzi, even the gym. മാനേജേഴ്സ് ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നു. എത്ര നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ലോങ് ടേമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. 2022 എറിക് ടെൻ ഹാഗ് വന്നു. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ നന്നായി പെർഫോം ചെയ്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ടാക്ടിക്സും പ്ലെയർ മാനേജ്മെന്റ് ഒക്കെ ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഹി ടു വാസ് സാക്ഡ് ഇൻ 2024 ആസ് യൂഷ്വൽ. വർഷം 2024 ജിം റാക്ലിഫിന്റെ ഇനോസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 27.7% വരുന്ന സ്റ്റേക്ക് ടേക്ക് ഓവർ ചെയ്തു. ഇതോടുകൂടെ ഇപ്പോൾ ക്ലബിന്റെ ഏതാണ്ട് മൊത്തം കൺട്രോള് ഇനോസ് ഗ്രൂപ്പിന്റെ കയ്യിലാണെങ്കിലും ഇപ്പോഴും കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് ഇപ്പോഴും ഏതാണ്ട് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഗ്ലേസേഴ്സ് ഫാമിലി തന്നെയാണ്. തുടർന്ന് നമ്മുടെ ജിം റാക്ലിഫാണ് സത്യത്തിൽ റൂബൻ അമോരിമിനെയൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കോച്ചായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. റൂബൻ അമോരിമിന്റെ കീഴിൽ അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗിന്റെ ഫൈനൽ വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തുകയുണ്ടായി. എന്നാൽ പ്രീമിയർ ലീഗ് ടേബിളിൽ 15ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു, ഓൾമോസ്റ്റ് ഫേസിംഗ് റെലഗേഷൻ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഐ ഫീൽ there is a 1% chance that United can come back at any moment. So, under Ratcliffe and Amorim, will the Red Devils can turn into glory again? നിങ്ങൾ പറ കമന്റ് ബോക്സിലൂടെ.